വെൽക്കം ഓൺ. നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെയിനായിട്ട് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, പിന്നെ തെർമൽ അനാലിസിസും അതേപോലെ തന്നെ നമ്മളുടെ ക്രോമറ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പിയാണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ഇപ്പോൾ ജനറലി സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് എങ്ങനെയാണ് ആ ലൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ലെവൽസിലുള്ള വ്യത്യാസം, അതാണ് നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ, പിന്നെ വൈബ്രേഷനിൽ അല്ലെങ്കിൽ റൊട്ടേഷനിൽ, ട്രാൻസ്ലേഷനിൽ നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ ജനറലി നമ്മളെ ഇൻട്രാക്ഷൻസിൽ നമ്മൾ പറയാവുന്ന രണ്ട് ടൈപ്പ് റേഡിയേഷൻസ് ആണ്. ഒന്ന് അബ്സോർപ്ഷൻ റേഡിയേഷനും വേറൊന്ന് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഒന്ന് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷനും വേറൊന്ന് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ ആ രണ്ട് ടൈപ്പ് സ്പെക്ട്രം ആണ് നമ്മൾ ജനറലായിട്ട് പറയാറുള്ളത്. ഒന്ന് അബ്സോർപ്ഷൻ സ്പെക്ട്ര, വേറൊന്ന് എമിഷൻ സ്പെക്ട്ര. അതേപോലെ തന്നെ നമ്മൾ 4 എനർജി സ്റ്റേറ്റുകളാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഒന്ന് ഇലക്ട്രോണിക് സ്റ്റേറ്റ്, 2 വൈബ്രേഷണൽ സ്റ്റേറ്റ്, 3 റൊട്ടേഷണൽ സ്റ്റേറ്റ്, 4 ന്യൂക്ലിയർ സ്റ്റേറ്റ്. ഇലക്ട്രോണിക് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഇലക്ട്രോണ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യാം. അത് ആറ്റത്തിൻ്റെ കേസാണെങ്കിൽ നമ്മളുടെ 1s അല്ലെങ്കിൽ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല് എന്ന് പറയുമ്പോൾ കെ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിലേക്കോ അല്ലെങ്കിൽ എൽ ഷെല്ലിൽ നിന്ന് എം ഷെല്ലിലേക്കോ അല്ലെങ്കിൽ സബ് ഷെല്ല് പറയുകയാണെങ്കിൽ 1s നിന്ന് 2sലേക്കോ അങ്ങനെ ജമ്പ് ചെയ്യുന്ന കേസ്. മോളിക്യൂൾ ആണെങ്കിലാണ് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s എന്ന് വെച്ചാൽ മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ കേസ്. ഇപ്പോൾ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്. വൈബ്രേഷണൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എൻ്റെ മോളിക്കുലാർ വൈബ്രേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലാണ് നമ്മൾ സാധാരണ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും പറയുന്നത്. പിന്നെയുള്ളത് എൻ്റെ മോളിക്കുലാർ റൊട്ടേഷൻ ആണ്, അതാണ് റൊട്ടേഷണൽ സ്റ്റേറ്റ്. പിന്നെ എൻ്റെ ന്യൂക്ലിയർ സ്പിന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയർ പ്രോപ്പർട്ടി വെച്ച് പറയുന്നതാണ് ന്യൂക്ലിയർ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള നമ്മളുടെ വൈബ്രേഷണൽ എന്ന് പറയുന്നത് IR സ്പെക്ട്രോസ്കോപ്പി ആയിട്ടുള്ളതും അതേപോലെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നത്, അതാണ് നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ പറയുന്നത്. പിന്നെ ന്യൂക്ലിയർ ട്രാൻസിഷൻ എടുക്കുകയാണെങ്കിൽ NMR-ഉം അതേപോലെ തന്നെ റൊട്ടേഷൻ ആണെങ്കിൽ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയും നമ്മൾ പറയും. അപ്പോൾ ഇതിൽ ജനറലി നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ രണ്ട് ടൈപ്പ് സ്പെക്ട്ര പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നാണ് എമിഷനും വേറൊന്ന് അബ്സോർപ്ഷനും. റേഡിയേഷൻ എമിറ്റഡ് ബൈ ആറ്റം ഓർ മോളിക്യൂൾ ആസ് ദേ ട്രാൻസിഷൻ ഫ്രം ഹയർ ടു ലോവർ എനർജി ലെവൽ. അതായത് ഇപ്പോൾ നമ്മൾക്ക് എനർജി, ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലോവർ ലെവലിൽ ഇപ്പോൾ കേഷനിലാണ് ഇലക്ട്രോൺ നിൽക്കുന്നത് വിചാരിച്ചു. ഇപ്പോൾ ഇലക്ട്രോണിന് എനർജി കിട്ടുന്ന സമയത്ത് അത് അടുത്ത എനർജി കൂടിയ ലെവലിലേക്ക് ചാടും. ഓക്കെ, അത് അബ്സോർപ്ഷൻ്റെ കേസ്. തിരിച്ച് ഹയർ ലെവലിൽ നിന്ന് അയാൾ ലോവർ ലെവലിലേക്ക് വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? തിരിച്ച് എനർജി എമിറ്റ് ചെയ്യും. ഓക്കെ, സോ റേഡിയേഷൻ എമിറ്റഡ് ബൈ ആറ്റം ഓർ മോളിക്യൂൾ ആസ് ദ ട്രാൻസിഷൻ ഫ്രം ഹയർ ടു ലോവർ എനർജി സ്റ്റേറ്റ്, അതാണ് എമിഷൻ. നേരെ മറിച്ച് റേഡിയേഷൻ അബ്സോർബ്ഡ് ബൈ ആറ്റം ഓർ മോളിക്യൂൾ ആസ് ദ ട്രാൻസിഷൻ ഫ്രം ലോവർ ടു ഹയർ എനർജി സ്റ്റേറ്റ്, അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന കേസ്. അപ്പോൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി മെത്തേഡിൽ നമുക്ക് ഈ രണ്ടാണുള്ളത്. ഒന്ന് അബ്സോർപ്ഷൻ സ്പെക്ട്രവും വേറൊന്ന് എമിഷൻ സ്പെക്ട്രവും. അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെങ്കിൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് undergo transition from lower energy level EI to higher energy level EF with an absorption of photon of energy h nu. എന്ന് വെച്ചാൽ ലൈറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സാധാരണ എനർജിക്ക് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഈക്വൽ ടു h nu അല്ലെങ്കിൽ E പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പോൾ പ്ലാങ്ക്സ് കൊണ്ടുവന്ന ഇക്വേഷൻ ആണ് ഈക്വൽ ടു h nu. അപ്പോൾ UV വിസിബിൾ, IR, NMR ഇതൊക്കെ നമ്മുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രയ്ക്ക് എക്സാമ്പിൾ ആണ്. അതായത് നമ്മളുടെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് ജമ്പ് ചെയ്യുന്നു. നേരെ മറിച്ച് എമിഷൻ സ്പെക്ട്രം ആണെങ്കിൽ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് അയാൾ എനർജി എമിറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് എമിഷൻ സ്പെക്ട്രം.
ഇതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ സ്പെക്ട്രം, ഫ്ലൂറസെൻസ് സ്പെക്ട്രം ഒക്കെ. നമ്മൾ പണ്ട് +1 ഈ ലൈമാൻ സീരീസ്, ബാമർ സീരീസ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ പഠിക്കുന്നുണ്ട്. അത് എമിഷൻ സ്പെക്ട്രമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയാറുള്ളതാണ്. അതായത് നമ്മളുടെ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ എനർജി എമിറ്റ് ചെയ്യുന്ന കേസ് എമിഷൻ സ്പെക്ട്രം. ഇനി നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുന്നതിന് അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ കാരണമായിട്ട് പറയുകയാണെങ്കിൽ പറയുന്നത്, ഒന്ന്, ലെസ് ടൈം മതി അനലൈസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുറച്ച് സാമ്പിൾ എടുത്താൽ മതി എനിക്ക് അനലൈസ് ചെയ്യാൻ. അതായത് ചെറിയൊരു ക്യുവറ്റിൽ അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിൽ മാത്രം ഞാൻ സാമ്പിൾ എടുത്താൽ മതി. അതുപോലെ സാമ്പിൾ മെറ്റീരിയൽസ് റിമെയിൻ അൺചേഞ്ച് ഡ്യൂറിങ് അനാലിസിസ് ആൻഡ് ക്യാൻ ബി റീയൂസ്ഡ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടും, നമ്മളുടെ പീക്ക് കിട്ടും. ഓക്കെ, ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണ് കോമ്പൗണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അനലൈസിസ് ചെയ്യാൻ പറ്റുന്നതും ഇതേപോലെ തന്നെ കുറച്ച് സാമ്പിൾ മതി എന്നുള്ളതും. പിന്നെ കാര്യമായിട്ട് ഇവിടെ റിയാക്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ലൈറ്റ് കടത്തി ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാമ്പിൾ മെറ്റീരിയൽസ് വേണമെങ്കിൽ എനിക്ക് റീയൂസ് ചെയ്യാം. അതേപോലെ തന്നെ റിസൾട്ട് അക്യുറേറ്റ് ആണ്. ദെൻ നമുക്ക് സാധാരണ നമ്മൾ പറയുന്ന, അതായത് വേവ് ലെങ്തിൻ്റെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസിൻ്റെ അറേഞ്ച് വെച്ച് നമ്മൾ പറയുന്ന ഒരാളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രിക്കൽ വേവും മാഗ്നറ്റിക് വേവും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ പാർട്ടിക്കിൾസ് വേവ് നാച്ചുറൽ, ഇപ്പോൾ ഞാൻ സാധാരണ ലൈറ്റ് അല്ലെങ്കിൽ വേവ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിനെ അസോസിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ആണെങ്കിൽ വൈ ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, സെഡ് ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വേവ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സാധാരണ വാക്വത്തിലെ വെലോസിറ്റി നമ്മൾ പറയും 3 × 10⁸. പിന്നെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? μ = c/λ. അതേപോലെ നമ്മൾ നേരത്തെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ഇൻ്റെ ഇക്വേഷൻ h/μ ആണ്, മാക്സ് പ്ലാങ്ക് പ്രൊപ്പോസ് ചെയ്തതാണ്. അതിൽ ന്യൂന് പകരം വേണമെങ്കിൽ എനിക്ക് എഴുതാം hc/λ. ഇനി 1/λ നമ്മൾ പറയുന്നതാണ് ന്യൂ ബാർ, അതായത് വേവ് നമ്പർ. സാധാരണ നമ്മൾ യൂണിറ്റ് പറയാം സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, എനർജി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്, ദെൻ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. നമ്മൾ നോർമലി നമ്മളുടെ പഠിക്കാനുള്ള ആൾ എന്ന് പറയുന്നത്, ഒന്ന് UV വിസിബിൾ ലൈറ്റ് ആണ്, അൾട്രാ വയലറ്റ് വിസിബിൾ, പിന്നെ ഒന്ന് IR. അപ്പോൾ ഇവർ രണ്ടാളുടെയും കേസാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ 400 to 750 എന്ന് വെച്ചാൽ വയലറ്റ് മുതൽ റെഡ് വിബ്ജിയോർ 400 മുതൽ 750 വരെ പറയാം. അപ്പോൾ മോളിക്യൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഇലക്ട്രോണിക് എനർജി വരാം, അല്ലെങ്കിൽ വൈബ്രേഷണൽ വരാം, റൊട്ടേഷണൽ വരാം, ട്രാൻസ്ലേഷണൽ വരാം. മെയിനായിട്ടുള്ള ഒരാൾ ഇലക്ട്രോണിക് എനർജിയാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിൻ്റെ വാരിയസ് മോളിക്കുലാർ എനർജി ലെവലിലുള്ള ജമ്പിങ് ആയിരിക്കാം. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റിൽ നമുക്ക് 2 ടൈപ്പ് പറയാറുണ്ട്, ഒന്ന് ബോണ്ടിങ്ങും വേറൊന്ന് ആൻറ്റി ബോണ്ടിങ്ങും. ഓക്കെ, ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും. അപ്പോൾ ഇവർ ചാടുന്നത് എൻ്റെ UV വിസിബിൾ റീജിയനിലുള്ള വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ ഞാൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ വൈബ്രേഷണൽ ആണെങ്കിൽ എൻ്റെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക IR സ്പെക്ട്രോസ്കോപ്പിയാണ്. കാരണം IR സ്പെക്ട്രോസ്കോപ്പിലാണ് വൈബ്രേഷൻസ് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത്. ആറ്റംസിൻ്റെ മോളിക്യൂൾ ക്യാൻ വൈബ്രേറ്റ് ബൈ കീപ്പിംഗ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കോൺസ്റ്റന്റ്. ഇതാണ് വൈബ്രേഷണൽ എനർജി, അപ്പോൾ ഉണ്ടാകുന്ന എനർജി. ഇപ്പോൾ HCl മോളിക്യൂൾ ആണെങ്കിൽ സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ഉണ്ട്. സാധാരണ വൈബ്രേഷൻ നമ്മൾ 2 ടൈപ്പ് പറയാം, ഒന്ന് സ്ട്രെച്ചിങ്ങും വേറൊന്ന് ബെൻഡിങ്. അപ്പോൾ ആ സമയത്തുള്ള എനർജി ഗ്യാപ്പ് അത് IR-ലാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുക. റൊട്ടേഷണൽ എനർജി ആണെങ്കിൽ അത് നമ്മൾ മൈക്രോവേവിലാണ്, നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ ട്രാൻസ്ലേഷൻ എനർജി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ശരിക്കും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്കും വൈബ്രേഷനിലും റൊട്ടേഷനിലും ട്രാൻസ്ലേഷനിലും അടങ്ങിയതാണ്.
അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇലക്ട്രോണിക് ആണ്, അത് കഴിഞ്ഞാണ് വൈബ്രേഷണൽ, അത് കഴിഞ്ഞാണ് റൊട്ടേഷണൽ. ഇപ്പോൾ ട്രാൻസ്ലേഷൻ എനർജി വളരെ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ടോട്ടൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷനും വൈബ്രേഷണലും റൊട്ടേഷണലും കൂടിയതാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്തിട്ട് വൈബ്രേഷനും ഉണ്ടാവും, റൊട്ടേഷനും ഉണ്ടാവും. അതുപോലെ വൈബ്രേഷൻ്റെ കൂടെ റൊട്ടേഷനും ഉണ്ടാവും. നമ്മളിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, ഇലക്ട്രോണിക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, ഓക്കെ, ഇതെൻ്റെ ഇലക്ട്രോണിക് ഗ്രൗണ്ട് സ്റ്റേറ്റ് E1 ആണ്, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് E2 ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന കേസാണ് ഞാൻ ഏതിൽ കാണിക്കുകയെന്ന് വെച്ചാൽ എൻ്റെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ. നേരെ മറിച്ച് അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ ഇലക്ട്രോണിക് സ്റ്റേറ്റിൻ്റെ ഉള്ളിലും ഒരുപാട് വൈബ്രേഷണൽ ലെവൽസ് ഉണ്ട്. അപ്പോൾ വൈബ്രേഷണൽ ലെവൽസ് ആണ് ഞാൻ എൻ്റെ IR സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് കാണും. ഇനി ഓരോ വൈബ്രേഷൻ്റെ ഉള്ളിലും ഇതേപോലെ ചെറിയ ചെറിയ റൊട്ടേഷണൽ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നതിൻ്റെ അവിടെ വൈബ്രേഷണൽ ലെവൽസ് അല്ലെങ്കിൽ വൈബ്രേഷണൽ ട്രാൻസിഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്തിട്ട് റൊട്ടേഷണൽ ട്രാൻസിഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ UV വിസിബിളാണ് ഇലക്ട്രോണിക് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത്. IR ഉപയോഗിക്കുമ്പോൾ അവിടെ എനിക്ക് വൈബ്രേഷണൽ കാര്യമായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ സിലബസിൽ നമുക്ക് പ്രോബ്ലം ചോദിക്കാൻ പറ്റിയ ഒരു ലോയാണ് ബീർ ലാംബേർട്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാനൊരു സൊല്യൂഷൻ എടുത്തിട്ട് അത് ഞാൻ കോൺസെൻട്രേഷൻ അറിയുന്നതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യും. അതായത് കയറുമ്പോഴുള്ള ഇൻറ്റൻസിറ്റി ആയിരിക്കത്തില്ല ഇറങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ കയറുമ്പോൾ I0 ആണ്, ഇറങ്ങുമ്പോൾ I ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഞാൻ കൊടുക്കുന്നതാണ് -dI. അതേപോലെ ഈ സൊല്യൂഷൻ്റെ തിക്നെസ് ഞാൻ കൊടുക്കുന്നതാണ് dx. അപ്പോൾ എനിക്ക് എഴുതാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് -dI/dx പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഇൻറ്റു കോൺസെൻട്രേഷൻ. ഓക്കെ, അതിൽ ഞാനൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുക്കുന്നതാണ് K. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വരുന്ന വഴിയൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഇനീഷ്യലായിട്ട് ഇൻറ്റൻസിറ്റി I0, ഫൈനൽ I, അല്ലെങ്കിൽ ഇനീഷ്യലി എൻ്റെ തിക്നെസ് 0, ഫൈനലി എൻ്റെ തിക്നെസ് x, ലിമിറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ln I0/I = Kcx. ഇത് എൻ്റെ ഒരു ബേസിക് ലോഗ് ഫോമിലുള്ള ഇക്വേഷൻ ആണെന്ന് പറയാം. അതല്ല എങ്കിൽ I0/I = e⁻ Kcx, അല്ലെങ്കിൽ I/I0 = e⁻Kcx. ഇത് രണ്ടും ഒന്നാണ് നമ്മൾ ബീർ ലാംബേർട്സിൽ. ഇനി ln മാറ്റി ഞാൻ ലോഗ് കൊടുക്കുകയാണെങ്കിൽ 2.303 log I0/I = Kcx, log I0/I = εcx. ഇതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടേം അബ്സോർബൻസ് ഉണ്ട്. ആ അബ്സോർബൻസ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ സിംപ്ലിഫൈ, അതായത് log I0/Iക്ക് പകരം ഞാൻ അബ്സോർബൻസ് കൊടുക്കുമ്പോൾ A = εcx. ഇതാണ് നമ്മൾ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ബീർ ലാംബേർട്സ് എന്ന് വെച്ചാൽ അബ്സോർബൻസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. ഇനി ഇതിൽ എപ്സിലോൺ എന്ന് പറയുന്ന ആള് K/2.303 ആണ്, അല്ലെങ്കിൽ ആ എപ്സിലോൺ എന്ന് പറയുന്ന പേരാണ് മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്. അതായത് നമ്മൾ അബ്സോർബിങ് മോളിക്യൂൾസിനെ നാച്ചുറൽ അല്ലെങ്കിൽ അബ്സോർപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇനി ഇതല്ലാതെ നമ്മൾ ട്രാൻസ്മിറ്റൻസ് വെച്ച് എഴുതുകയാണെങ്കിൽ ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. I0/Iക്ക് പകരം I/I0 ആണ് ട്രാൻസ്മിറ്റൻസ്. നേരെ മറിച്ച് അബ്സോർബൻസ് എന്ന് പറഞ്ഞാൽ log I0/I ആണ്. ഓക്കെ, log I0/I ആണ്. സോ ഇത് നമ്മൾ കണക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇത് A = log I0/I ആണെങ്കിൽ -log I/I0 എന്ന് എഴുതാം. അതായത് ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുകയാണെങ്കിൽ ലോഗിന് മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ A = -log t. അതാണ് ഇവിടെ റിലേഷൻ എഴുതി വെച്ചിരിക്കുന്നത്, A = -log t. ഇനി അവിടെയുള്ള എപ്സിലോൺ, ആ എപ്സിലോണിന് നമ്മൾ പേര് കൊടുത്തു മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്. അതേപോലെ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് A = ε × C × x ആണെങ്കിൽ, അതായത് ബീർ ലാംബേർട്സ് ലോ,
ഞാൻ സാധാരണ നമ്മൾ മാത്തമാറ്റിക്കലി y=mx എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ വൈയും എക്സ് തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എം. സിമിലർലി ഞാനിവിടെ എയും അതേപോലെ തന്നെ കോൺസെൻട്രേഷനും തമ്മിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് വൈക്ക് പകരം എയും എക്സിന് പകരം സിയും, ഇങ്ങനെയാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതിൻ്റെ സ്ലോപ്പ് എപ്സിലോൺ ഇൻറ്റു എക്സ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, സ്ലോപ്പ് എപ്സിലോൺ ഇൻറ്റു എക്സ് ആയിരിക്കും. ഓക്കെ, സോ എ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി എക്സ്, അതാണ് സിംപ്ലിഫൈഡ് ഫോം ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ദെൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ഈ യൂണിറ്റ് പറയുകയാണെങ്കിൽ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എ ബൈ സി എക്സ് ആണ്. മോൾ ഇൻവേഴ്സ് ഡെസിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ എം ഇൻവേഴ്സ് ഡെസിമീറ്റർ സ്ക്വയർ. അതായത് അബ്സോർബൻസിന് നമുക്ക് യൂണിറ്റ് പറയാനില്ല, കോൺസെൻട്രേഷന് വേണമെങ്കിൽ മോളാരിറ്റി പറയാം. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സിന് ഞാൻ ഡെസിമീറ്ററോ സെൻറ്റിമീറ്ററോ കൊടുക്കുന്നതിനനുസരിച്ച് എൻ്റെ യൂണിറ്റ് വേണമെങ്കിൽ മോൾ ഇൻവേഴ്സും ഡെസിമീറ്ററും വെച്ചിട്ട് പറയാം. അതല്ല എങ്കിൽ എപ്സിലോണിൻ്റെ യൂണിറ്റ് എ ബൈ സി എക്സ് ആണ്. അബ്സോർബൻസിന് യൂണിറ്റ് ഇല്ല. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് നമ്മൾ ചില പ്രോബ്ലത്തിലൊക്കെ മൊളാരിറ്റി കാണാറുണ്ട്. ഇപ്പോൾ എക്സിന് ഞാൻ ഡെസിമീറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ എപ്സിലോണിൻ്റെ യൂണിറ്റ് എം ഇൻവേഴ്സ് ഡെസിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി ഡെസിമീറ്റർ അല്ല സെൻറ്റിമീറ്ററിലാണ് കൊടുക്കുന്നതെങ്കിൽ എം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ ഞാൻ ഡെസിമീറ്ററിൽ പറയുന്ന സമയത്ത് ഒന്നുകിൽ മോൾ ഇൻവേഴ്സ് ഡെസിമീറ്റർ സ്ക്വയർ പറയാം, അല്ലെങ്കിൽ മൊളാരിറ്റി ഇൻവേഴ്സ് ഡെസിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, എം ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ മൊളാരിറ്റി ടേം ആണ്. പിന്നെ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് മെയിനായിട്ട് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് അതിനെ പറയാറുള്ളത്. മെയിനായിട്ട് നമ്മൾ പൈ ഓർബിറ്റിലും ലോൺ പേഴ്സും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺജുഗേറ്റഡ് സിസ്റ്റം ഉള്ളപ്പോഴാണ് നമ്മൾ യു വി സ്പെക്ട്രോസ്കോപ്പി പറയാം. അപ്പോൾ നമ്മളുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളുടെ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലും പറയാം, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലും പറയാം. അതേപോലെ തന്നെ എൻ്റെ മെയിനായിട്ട് 3 ടൈപ്പ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസിൽ പറയാം. ഒന്ന് പഠിച്ചു വെക്കുക. സിഗ്മ ഇലക്ട്രോണും പൈ ഇലക്ട്രോണും നോൺ ബോണ്ടിങ് ഇലക്ട്രോണും. അപ്പം അതിൽ സിഗ്മ ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ബോണ്ട്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഫസ്റ്റ് നമ്മളുടെ മീഥെയിൻ കോമ്പൗണ്ട് എടുക്കുകയാണ്, അതേപോലെ ഈഥെയിൻ കോമ്പൗണ്ട് എടുക്കുകയാണ് എന്ന് വെച്ചാൽ ഹൈഡ്രോ കാർബൺസ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എടുക്കുകയാണ്. സാച്ചുറേറ്റഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സിംഗിൾ ബോണ്ട് ഉണ്ടാവുമ്പോൾ അവിടെ സിഗ്മ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗിൾ ബോണ്ടിൽ സിഗ്മ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡബിൾ ബോണ്ട് വരുമ്പോൾ അതിലൊന്ന് സിഗ്മ ആയിരിക്കും, വേറൊന്ന് പൈ ആയിരിക്കും. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ അതിൽ ഒന്ന് സിഗ്മ ആയിരിക്കും, ബാക്കി രണ്ടും പൈ ആയിരിക്കും. അപ്പോൾ സിഗ്മ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ശരിക്കും സിംഗിൾ ബോണ്ടിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എലോങ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആണ്. അതായത് നമ്മൾ പണ്ട് പി ഷെല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാറുണ്ട്, ഡംബിൾ ഷേപ്പ്. അപ്പോൾ ഇവർ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുക. അതല്ല എസും എസും ആണെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യും, എസും പി ആണെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യും. എന്ന് വെച്ചാൽ എലോങ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അപ്പോൾ അവർക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി എലോങ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയതുകൊണ്ട് ഹൈ എനർജി റേഡിയേഷൻ എന്ത് വേണ്ടി വരും, അതിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി വരും. റേഡിയേഷൻ ഓഫ് ഹൈ എനർജി ഈസ് റിക്വയർഡ്. ഹൈ എനർജി ഈസ് റിക്വയർഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അപ്പോൾ ഹൈ എനർജി വേണമെങ്കിൽ കുറച്ച് വേവ് ലെങ്ത് മതി. ഇപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞു പോയതുകൊണ്ട് അത് IR വിസിബിളിൽ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. ഇനി പൈ ഇലക്ട്രോൺസ് ആകുമ്പോൾ അത് മെയിനായിട്ട് ഡബിൾ ട്രിപ്പിളാണ്. അതേപോലെ തന്നെ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് എബോ ആൻഡ് ബിലോ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആണ്. അതായത് നമ്മൾ പണ്ട് +1 പഠിക്കുന്ന ഒരു കേസാണ്. മുകളിലും താഴെയും വെച്ച് ബോണ്ടിങ് വരുന്ന കേസാണ് എൻ്റെ പൈ ബോണ്ട്.
അല്ലെങ്കിൽ ബനാന സ്ട്രക്ചറിൽ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എബോ ആൻഡ് ബിലോ ആയതുകൊണ്ട് അത് കുറച്ചും കൂടി ഈസിലി എനിക്ക് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും. നോൺ ബോണ്ടിങ് ആണെങ്കിലും എനിക്ക് ലോവർ എനർജിയിൽ എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും. നോൺ ബോണ്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ, ഇപ്പം നമ്മൾ വാട്ടറിൻ്റെ കേസിൽ HOH ആണെങ്കിലും ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഓക്സിജനിലെ ഇലക്ട്രോൺസ് ഉണ്ട്. അമോണിയയുടെ കേസ് NH3, ഇതിൽ ശരിക്കും ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 2 ഇലക്ട്രോണ് നൈട്രജൻ ഉണ്ട്. ഇവരെയാണ് നമ്മൾ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പ്രസൻസ്, അതായത് സിഗ്മ പൈയെ നോൺ ബോണ്ടിങ്, ഇവരുടെ പ്രസൻസ് ഉള്ളപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ഇലക്ട്രോണിക് ട്രാൻസിഷന് ചാൻസ് ഉണ്ട്. അതിൽ നമ്മൾ സിഗ്മ സ്റ്റാർ പൈ സ്റ്റാർ എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്നതാണ് നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ്. സിഗ്മ പൈയെ N ഇതിനൊക്കെ നമ്മൾ പറയുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഓർബിറ്റൽസ്. ഓക്കെ, അതേപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ നോൺ ബോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ സ്റ്റാർ പൈ സ്റ്റാർ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സ്റ്റാർ ഇടുന്നത് നിങ്ങൾ ഒന്ന് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നോൺ ബോണ്ടിങ് അല്ല, ആൻറ്റി ബോണ്ടിങ്. ഈ സിഗ്മ സ്റ്റാർ പൈ സ്റ്റാർ എന്ന് പറയുന്ന പേരാണ് ആൻറ്റി ബോണ്ടിങ്. നോൺ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ N. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ ഇട്ട് എഴുതുന്നതൊക്കെ ആൻറ്റി ബോണ്ടിങ് ആൾക്കാരാണ്. ഓക്കെ, അല്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ സാധാരണ ആൻറ്റി ബോണ്ടിങ് ആൾക്കാരെ പറയാറുള്ളത്. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു. അതായത് UV വിസിബിളിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇലക്ട്രോണിക് എനർജി ജമ്പാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ജമ്പാണ്. ഒരു എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്കുള്ള ജമ്പ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇപ്പം മെയിനായിട്ട് എനിക്ക് 3 ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മയിൽ ഇലക്ട്രോൺ ഉണ്ടാവും, ഡബിൾ ബോണ്ട് വന്നാൽ സിഗ്മയിലും ഉണ്ടാവും പൈയിലും ഉണ്ടാവും. ഇനി ലോൺ പെയർ ഉണ്ടെങ്കിൽ നോൺ ബോണ്ടിങ്ങിലും ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഇവരാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്കാർ. ഓക്കെ, ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് 2 ആൾക്കാരെ ഉണ്ടാവുള്ളൂ, സിഗ്മ സ്റ്റാറും പൈ സ്റ്റാറും. അതായത് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ മോളിക്യൂൾ ഉണ്ടാവും, അതേപോലെ അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ മോളിക്യൂൾ ഉണ്ടാവും, അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റവും നമ്മൾ കമ്പൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഹൈഡ്രജൻ ആറ്റം നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ 1s എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്, ഇവിടെയും 1s എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്. പക്ഷെ മോളിക്യൂൾ ആകുമ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുക, അതിനെ നമ്മൾ 2 ആക്കിയിട്ട് എഴുതും. അതായത് 2 മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും, സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. ഇതാണ് ഈ സിഗ്മ സ്റ്റാർ. അതായത് നമുക്ക് ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും, പക്ഷെ 2 ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ 2 മോളിക്കുലാർ ഓർബിറ്റലാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ആറ്റത്തിൽ എത്ര മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടോ, എത്ര ആറ്റോമിക് ഓർബിറ്റൽ ഉണ്ടോ, അത്രയും ആഡ് ചെയ്തിട്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രോണിക് എനർജി ലെവൽസിൽ ട്രാൻസിഷൻസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഒന്ന് സിഗ്മയിൽ നിന്ന് സിഗ്മ സ്റ്റാർ, പൈയിൽ നിന്ന് പൈ സ്റ്റാർ, ഇവർ മെയിൻ. ഇനി നോൺ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ആ N സിഗ്മ സ്റ്റാറിലേക്കും ജമ്പ് ചെയ്യാം, അതേപോലെ പൈ സ്റ്റാറിലേക്കും ജമ്പ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ എനിക്ക് 4 ട്രാൻസിഷൻ ആണ് ഉള്ളത്. ഒന്ന് സിഗ്മയിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്ക്, അതിനാണ് എനർജി ഗ്യാപ്പ് കൂടുതൽ. ദെൻ പിന്നെയുള്ളത് പൈ ടു പൈ സ്റ്റാർ, അത് കഴിഞ്ഞാലാണ് N ടു സിഗ്മ സ്റ്റാറും പിന്നെ N ടു പൈ സ്റ്റാറും. ഇപ്പം മെയിനായിട്ട് സിഗ്മ ടു സിഗ്മ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും. ഇനി നോൺ ബോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ N ടു സിഗ്മ സ്റ്റാറിനും N ടു പൈ സ്റ്റാറിനും ചാൻസ് ഉണ്ട്.
നമ്മളൊരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർമാലിഹൈഡ് മോളിക്യൂൾ എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടെ ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ആൾ C+O ആൽഡിഹൈഡിൽ. അപ്പോൾ ഇതൊരു സിംഗിൾ ബോണ്ടാണ്. സോ സിഗ്മയിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ അടുത്ത് പൈ ബോണ്ട് എടുക്കുമ്പോൾ അവിടെയും 2 ഇലക്ട്രോൺ. ഇനി ഓക്സിജന് ലോൺ പെയർ ഉണ്ട്. സോ അതും 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഫില്ല് ചെയ്യുന്നത്. ഇനി മുകളിൽ സിഗ്മ സ്റ്റാറും ഉണ്ടാവും, അതേപോലെ തന്നെ പൈ സ്റ്റാറും ഉണ്ടാവും. അപ്പോൾ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിലേക്കാണ് എൻ്റെ ജമ്പിങ് നടക്കുക. ഓക്കെ, ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ നിന്ന് സാധാരണ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിലേക്കാണ് നമ്മളുടെ ജമ്പിങ്ങിൻ്റെ വേവ് ലെങ്ത് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി വെച്ച് മെഷർ ചെയ്യുക. അതാണ് HOMO LUMO കൊണ്ട് നമ്മൾ എഴുതാറുള്ളത്. നമുക്ക് 2-3 കോമ്പൗണ്ട് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ മെയിനായിട്ട് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ അത് ബിലോ 150 നാനോമീറ്ററിലാണ് സാധാരണ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു എലോങ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആണ്, അതുകൊണ്ട് ഹൈ എനർജി വേണ്ടി വരും. ഹൈ എനർജി വേണമെന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ നമ്മളുടെ UV സ്പെക്ട്രോസ്കോപ്പി സാധാരണ 200 to 700 ആണ് അക്യുറേറ്റ് തരുന്നത്. ഓക്കെ, അപ്പോൾ ബിലോ 150 പോകുമ്പോൾ എനിക്ക് സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ കാര്യമായിട്ട് കിട്ടില്ല. നേരെ കുറച്ച് പൈ സ്റ്റാർ ട്രാൻസിഷൻ ആകുമ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ അതിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവും. അപ്പോൾ അതിൽ കോൺജുഗേറ്റഡ് സിസ്റ്റം വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അനലൈസ് ചെയ്യാം. ഇപ്പം എഥിലീൻ എടുക്കുകയാണെങ്കിൽ അതിലാകെ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ബെൻസീൻ റിങ്ങിൽ പറയുന്ന കേസ്, അതായത് ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇതിൽ അങ്ങനെ ഒരു കേസില്ല, ആ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ മാക്സിമം വേവ് ലെങ്ത് 169 ആണ്. അതുകൊണ്ട് നമുക്ക് UV മെഷീനിൽ അത് കിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് പൈ സ്റ്റാർ ബോണ്ടിങ് ഉണ്ടെങ്കിലും നമുക്ക് കാര്യമായിട്ട് നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി വെക്കാൻ പറ്റിയ വേവ് ലെങ്ത് എല്ലാം അവിടെ ഉള്ളത്. നേരെ മറിച്ച് 1,3 ബ്യൂട്ടാഡൈനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം അറൈവ് ചെയ്യാൻ തുടങ്ങി. അതായത് 2 ഡബിൾ ബോണ്ട് വന്നു. ഈഥീനിൽ നമുക്ക് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ ജമ്പ് ചെയ്യുമ്പോൾ 169 നാനോമീറ്റർ ആണ്. നമുക്ക് നമ്മളെ സ്പെക്ട്രോസ്കോപ്പി വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഓരോ പീക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈത്തീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ കയ്യിലുണ്ടെങ്കിൽ 169 നാനോമീറ്ററിലാണ് എൻ്റെ ലാംഡ മാക്സ് കിട്ടുന്നത്. അതായത് അബ്സോർബൻസും വേവ് ലെങ്ത്തും നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ 169 നാനോമീറ്ററിൽ മാക്സിമം വേവ് ലെങ്ത് കിട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ സാധാരണ സ്പെക്ട്രോസ്കോപ്പി 200 മുകളിലാണ് ഹൈ സ്ട്രെങ്ത് അല്ലെങ്കിൽ നല്ല റിസൾട്ട് തരുന്നതുകൊണ്ട് ഈഥീന് കാര്യമായിട്ട് കാണിക്കുന്നില്ല. നേരെ മറിച്ച് ബ്യൂട്ടീനിലേക്ക് വരുമ്പോൾ അവിടെ 217 നാനോമീറ്ററിലാണ് ജമ്പിങ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എത്രയേ ഉള്ളൂ, 2 പൈ ബോണ്ട് ഉണ്ട് ബ്യൂട്ടാഡൈനിൽ, 2 പൈ ബോണ്ട്. ഓക്കെ, അതുകൊണ്ട് π1 π2 എന്ന് പറയുന്ന 2 മോളിക്കുലാർ ഓർബിറ്റൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് π1 സ്റ്റാറും ഉണ്ടാവണം, π2 സ്റ്റാറും ഉണ്ടാവണം. ഓക്കെ, ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ അതിന് പകരം നമ്മൾ എഴുതുന്നതാണ് ψ1 ψ2 ψ3 ψ4. അപ്പോൾ ψ1 എന്ന് വെച്ചാൽ π1-ലെ 2 ഇലക്ട്രോൺ, ψ2 എന്ന് വെച്ചാൽ π2-ലെ 2 ഇലക്ട്രോൺ, ψ3 എന്ന് വെച്ചാൽ എൻ്റെ π1 സ്റ്റാർ ആയിട്ട് നിങ്ങൾ വിചാരിക്കണം, ψ4 π2 സ്റ്റാർ. അപ്പോൾ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന ആ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് 217 നാനോമീറ്റർ. ഇപ്പോൾ 1,3 ബ്യൂട്ടാഡൈനിൽ നമുക്ക് 217 നാനോമീറ്ററിൽ ട്രാൻസിഷൻ കാണാൻ പറ്റും. ഓക്കെ, 1,3 ബ്യൂട്ടാഡൈനിൽ 4 പൈ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട്. എന്നുവെച്ചാൽ പി ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ട് അതിൽ ആദ്യത്തെ 2 ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ψ3 ആൻഡ് ψ4 ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 4 പൈ ഇലക്ട്രോൺ ഉണ്ട് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ഫ്രം ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ടു
ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ വിത്ത് ലാംഡ മാക്സ് 217 നാനോമീറ്റർ. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത 3 ഡബിൾ ബോണ്ടുള്ള ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 135 ഹെക്സാട്രൈൻ, അവിടെ 3 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് π1 ഉണ്ടാവും, π2 ഉണ്ടാവും, π3 ഉണ്ടാവും. അതിൻ്റെ നമ്മളുടെ ആന്റി ബോണ്ടിങ് എടുക്കുകയാണെങ്കിൽ π1 സ്റ്റാർ, π2 സ്റ്റാർ, π3 സ്റ്റാർ. അതിന് പകരം നമ്മൾ എഴുതുന്നതാണ് ψ1 ψ2 ψ3 എന്ന് പറയുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ψ4 ψ5 ψ6 എന്ന് പറയുന്ന ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് എൻ്റെ 135 ഹെക്സാട്രൈൻ. ψ1 2 ഇലക്ട്രോൺ എന്ന് വെച്ചാൽ π1, π2, π3 3 പൈ ഓർബിറ്റൽ. അപ്പോൾ അതിൽ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന അപ്പോഴുള്ള വേവ് ലെങ്ത് ആണ് 247 എന്ന് വെച്ചാൽ ആ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ പൈ സ്റ്റാറുകളാണ്. ഓക്കെ, അതായത് വേണമെങ്കിൽ π1 സ്റ്റാർ, π2 സ്റ്റാർ, π3 സ്റ്റാർ എന്ന് പറയാം. അപ്പോൾ ψ1 ψ2 ψ3 ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലും ψ4 ψ5 ψ6 ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലും ഉണ്ടെങ്കിൽ അതിൽ ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ഫ്രം ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ψ3 ആയിരിക്കും. ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ψ4 ആയിരിക്കും. അവിടെയുള്ള ലാംഡ മാക്സ് 247 ആയിരിക്കും. ഇതൊന്ന് പഠിച്ചു വെക്കണേ. 247 നാനോമീറ്റർ നമുക്ക് നമ്മുടെ സിലബസിൽ എക്സാട്രൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ HOMOയിൽ നിന്ന് LUMOയിലേക്ക് ലാംഡ 247 നാനോമീറ്റർ ψ3 to ψ4. ഇനി ഇതിൻ്റെ കൂടെ ബെൻസീനും ഒരു 3 ഡബിൾ ബോണ്ടുള്ള കേസാണ്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ലാംഡ 255 ആണ്. ബെൻസീൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില കേസിലൊക്കെ നമുക്ക് ഇങ്ങനെ 2px 2py എന്നൊക്കെ പറയുമ്പോൾ ഈക്വൽ എനർജിയുള്ള ആൾക്ക് വരും. സിഗ്മ പൈ 2px പൈ 2py, അതേപോലെ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py. അതുകൊണ്ടാണ് ഇവിടെ ψ2 ψ3 ഒരേ എനർജി ലെവലിൽ നിൽക്കുന്നത്. അതേപോലെ ψ4 ψ5 ഒരേ എനർജി ലെവലിൽ നിൽക്കുന്നത്. സോ ബെൻസീൻ്റെ കേസിൽ അത് 255 ആണ്. അപ്പോൾ എൻ്റെ എയിം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യും. അതേപോലെ പൈ ബോണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യും. അല്ലേ, നമുക്ക് നോക്കിക്കേ, നമ്മൾ തുടക്കത്തിൽ 2 ഡബിൾ ബോണ്ടുള്ള കേസ് പറഞ്ഞപ്പോൾ 217 ആയിരുന്നു. 3 ഡബിൾ ബോണ്ട് ആയപ്പോൾ 247 ആയി. അപ്പോൾ കോൺജുഗേറ്റഡ് പൈ ബോണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യും. ലാംഡ മാക്സ് എനർജിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് എനിക്ക് പറയാം ഡെൽറ്റ ഇ ഡിക്രീസസ്. ഇനി ബെൻസീന് 3 ബോണ്ടുള്ള കേസ് പറഞ്ഞു. അതിൽ നമുക്ക് 2 ഒരേ എനർജി ലെവലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അവിടെ ലാംഡ മാക്സ് 255 ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഇനി ഇത് അവിടെ ലാസ്റ്റിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കണേ. അതായത് അവിടെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ കോമ്പൗണ്ടിന് ജനറലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് ലൈക്കോപ്പീൻ റെഡ് കളേർഡ് നാച്ചുറൽ ഡൈ ഓഫ് ടൊമാറ്റോ there are 11 double bonds in conjugation. ഇപ്പോൾ ലാംഡ മാക്സ് 505. നമ്മൾ നേരത്തെ ഇപ്പോൾ 3 ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 215 അടുത്തായിരുന്നു നമ്മളുടെ, അല്ലെ, 215 അടുത്തായിരുന്നു നമ്മളുടെ ലാംഡ മാക്സ്. ഇപ്പോൾ 11 ഡബിൾ ബോണ്ട് ആയപ്പോൾ ഏകദേശം 505 എത്തി. ലാംഡ മാക്സ് 505 എത്തി. 11 ഡബിൾ ബോണ്ട് ആകുമ്പോൾ ലാംഡ മാക്സ് 505. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഓരോ ഡബിൾ ബോണ്ട് വരുന്നതിനനുസരിച്ച് 30 നാനോമീറ്റർ ഇൻക്രിമെൻ്റ് ഉണ്ട്. അതായത് 3 നിന്ന് 11 ആയി. ഇപ്പോൾ 3 11 വെച്ചപ്പോൾ 8 × 30. ഓരോ ഡബിൾ ബോണ്ട് വരുമ്പോൾ 30 കൂടുന്നുണ്ട്. സോ 8 ഡബിൾ ബോണ്ട് വരുമ്പോൾ 240 കൂടണം. സോ 250 + 240 490 500ൻ്റെ അടുത്താണ്. സോ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഇൻക്രിമെൻ്റ് ആണ് 30 നാനോമീറ്റർ. അതായത് ട്രൈന് പകരം ഇനി ടെട്രായിന് വരുമ്പോൾ 250 പകരം ഏകദേശം 280 റേഞ്ചിലേക്കായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ 11 ഡബിൾ ബോണ്ട് വന്നപ്പോൾ 505 ലൈക്കോപ്പീൻ. പിന്നെ അതല്ലാതെയുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് N പൈ സ്റ്റാറും അതേപോലെ തന്നെ N സിഗ്മ സ്റ്റാറും ആണ്. അതെവിടെ വരികയെന്ന് വെച്ചാൽ എൻ്റെ ലോൺ പെയർ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഉള്ളപ്പോൾ ഓക്സിജൻ ആറ്റത്തിൽ ലോൺ പെയർ ഉണ്ട്,
അപ്പോൾ ഇതേപോലെ N പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ ഫോർമാൽഡിഹൈഡ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ N പൈ സ്റ്റാർ ട്രാൻസിഷൻ 290 നാനോമീറ്റർ വിത്ത് വെരി ലോ ഇൻറ്റൻസിറ്റി, പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണെങ്കിൽ 180 നാനോമീറ്റർ വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി. അതേപോലെ തന്നെ ആലിഫാറ്റിക് കീറ്റോൺ ആണെങ്കിൽ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ അപ്പോൾ 290. അപ്പോൾ ഇതും നമ്മളുടെ റേഞ്ചിലേക്ക് വരുന്നതാണ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ ഫോർമാൽഡിഹൈഡ്. അതേപോലെ N2 സിഗ്മ സ്റ്റാർ ആണെങ്കിൽ അത് ബിലോ 200 നാനോമീറ്റർ ആണ്. അപ്പോൾ ലോ ഇൻറ്റൻസിറ്റി ഉള്ളതാണ്, നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, അക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല. ഇനി UV വിസിബിളിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ കേസ് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ലൈറ്റ് സോഴ്സ്, അതേപോലെ മോണോക്രോമാറ്റർ, പിന്നെ സാമ്പിളും റെഫറൻസും ഡിറ്റക്ടറും, അതേപോലെ തന്നെ റെക്കോർഡറും. അപ്പോൾ നമ്മൾ സാധാരണ ഡബിൾ ബീം ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ ലൈറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ലാമ്പും അതേപോലെ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പും, ടങ്സ്റ്റൺ ഫിലമെൻ്റ് ലാമ്പും അതേപോലെ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പും, അത് രണ്ടും ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന ലൈറ്റിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് ഒന്ന് സാമ്പിളിൽ കൂടെ കടത്തിവിടും, ഒന്ന് റെഫറൻസിൽ കൂടെ കടത്തിവിടും. അപ്പോൾ ഇതാണ് എൻ്റെ സോഴ്സ് UV വിസിബിൾ. മോണോക്രോമാറ്റർ എന്ന് വെച്ചാൽ സിംഗിൾ വേവ് ലെങ്ത്. സോ ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് സാമ്പിളിൽ കൂടെ കടത്തിവിടുന്ന, ഒന്ന് റെഫറൻസിൽ കൂടെ കടത്തിവിടും. അപ്പോൾ ഇത് സാമ്പിളിൽ കൂടെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കയറുമ്പോൾ I0 ആണെങ്കിൽ ഇറങ്ങുമ്പോൾ ഇൻറ്റൻസിറ്റിക്ക് ചേഞ്ച് വരും. നേരെ മറിച്ച് റെഫറൻസ് ആണെങ്കിൽ ആ ചേഞ്ച് വരില്ല, കയറുന്നത് ഇറങ്ങുന്നതും ഒരേപോലെ തന്നെ. അപ്പോൾ എനിക്ക് എന്താണ് അബ്സോർബ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് മിസ്സിങ് എന്നുള്ളത് ഡിറ്റക്ടർ വെച്ച് അനലൈസ് ചെയ്യാം. അതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഗ്രാഫ് വരയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ സ്പെക്ട്രോസ്കോപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അബ്സോർബൻസും വേവ് ലെങ്ത്തും തമ്മിലുള്ള പ്ലോട്ടാണ്. അപ്പോൾ അതിൽ എൻ്റെ പീക്ക് വരുന്നതിനനുസരിച്ച് ലാംഡ മാക്സ് വരുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഏതാണ്, ഓക്കെ. അപ്പോൾ ഇത് നമ്മളൊരു കാര്യമുണ്ട്, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലാണ്, അതായത് പൈ ബോണ്ടുള്ള സിസ്റ്റത്തിലാണ് ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സാമ്പിൾ പ്രിപ്പയർ ചെയ്യും യൂസിങ് സൂറ്റബിൾ സോൾവെൻറ്റ്. അതൊരു ഞാൻ ക്യുവറ്റിൽ വെക്കും, ട്രാൻസ്പാരൻറ്റ് ക്യുവറ്റ്, ഒരു ചെറിയ ബോട്ടിൽ പോലത്തെ ഒരാൾ, നമ്മൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് കൊണ്ട് മേടിപ്പ് ചെയ്തപോലെ. പ്യൂർ സോൾവെൻ്റ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. സോൾവെൻ്റ് ആയിട്ട് നമുക്ക് വാട്ടറോ എഥനോളോ എക്സൈനോ ഉപയോഗിക്കാം. സോ ലൈറ്റ് പോകുന്ന സമയത്ത് നമ്മളെ സാമ്പിള് ഈ ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എൻ്റെ റെഫറൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം. ഇഫ് ദ സാമ്പിൾ ഡസ് നോട്ട് അബ്സോർബ് ലൈറ്റ് ദെൻ I എന്ന് പറയുന്നത് I0 ആയിരിക്കും, അതായത് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അബ്സോർബ് ലൈറ്റ് ആണെങ്കിൽ ഇറങ്ങുമ്പോഴുള്ള I എന്ന് പറയുന്നത് കുറവായിരിക്കും. അത് ഞാൻ ഡിറ്റക്ട് ചെയ്യാൻ വന്നിട്ട് കമ്പയർ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് കിട്ടുക. എന്ന് വെച്ചാൽ ഗ്രാഫ് ഏതാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അബ്സോർബൻസ് വേഴ്സസ് വേവ് ലെങ്ത്. ഓക്കെ, UV വിസിബിൾ സ്പെക്ട്രത്തിൽ അബ്സോർബൻസ് അഗെയിൻസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, അതുപോലെ മാക്സിമം വേവ് ലെങ്ത്തിന് നമ്മൾ കൊടുക്കുന്നതാണ് ലാംഡ മാക്സ്. അപ്പോൾ ഓരോ കോമ്പൗണ്ടിനും ഡിഫറെൻറ്റ് ലാംഡ മാക്സ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് CH3 twice N, ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ലാംഡ മാക്സ് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ 3 ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ 4-5 ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ടായിരിക്കും ഇവിടെ ലാംഡ മാക്സ് 395 വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ട് എനിക്ക് എൻ്റെ കോമ്പൗണ്ടിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണോ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് കോമ്പൗണ്ട് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോൺജുഗേറ്റഡ് സിസ്റ്റമുള്ള ഡൈ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഇമ്പ്യൂരിറ്റീസ്, ഇപ്പോൾ ബെൻസീൻ ഇമ്പ്യൂരിറ്റി വരികയാണെങ്കിൽ ബെൻസീൻ നമുക്കറിയാം 255 നാനോമീറ്ററിൽ ലാംഡ മാക്സ് കാണിക്കും. അതേപോലെ അൺനോൺ കോൺസെൻട്രേഷൻ, നമ്മുടെ ബീർ ലാംബർട്സ് ലോ വെച്ചിട്ട് അൺനോൺ കോൺസെൻട്രേഷൻ, അതായത് അതാണ് നമുക്ക് സാധാരണ ഒരു പ്രോബ്ലം ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. അതായത് എനിക്കിപ്പോൾ ഓൾറെഡി ഒരു അബ്സോർബൻസും കോൺസെൻട്രേഷനും അറിയാം, അതായത് നോൺ വാല്യൂ ഉണ്ട്. അടുത്തത് ഞാൻ സാമ്പിള് കോൺസെൻട്രേഷൻ മാറ്റിയിട്ട് ഞാൻ അബ്സോർബൻസ് ചെക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് അബ്സോർബൻസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആണ്. സോ അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാം. ദെൻ വേറെ നമുക്ക് ലാസ്റ്റുള്ളത് നമ്മുടെ IR സ്പെക്ട്രോസ്കോപ്പിയാണ്, വൈബ്രേഷണൽ അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന കേസ് എന്ന് പറയുന്നത്
പ്രസൻസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി IR സ്പെക്ട്രോസ്കോപ്പിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ IR റീജിയനിലുള്ള ആളായിരിക്കണം എന്ന് മാത്രമല്ല എൻ്റെ ഓർഗാനിക് മോളിക്യൂളിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുകയും കൂടെ വേണം. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മളുടെ IR സ്പെക്ട്രോസ്കോപ്പിയിലെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രെച്ചിങ് വൈബ്രേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന് എൻ്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻ ഡിഫറെൻറ്റ് വേവ് നമ്പറിലായിരിക്കും നടക്കുക. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ വേവ് നമ്പറും വൈ ആക്സിസിലെ ട്രാൻസ്മിറ്റൻസും ആണ്. എക്സ് ആക്സിസിൽ വേവ് നമ്പർ എന്ന് വെച്ചാൽ സെന്റിമീറ്റർ ഇൻവേഴ്സ്, വൈ ആക്സിസിൽ ട്രാൻസ്മിറ്റൻസ് ഓർത്ത് വെക്കണേ. മറ്റൊരുത്താണെങ്കിൽ അബ്സോർബൻസും വേവ് ലെങ്ത്തും, ഇവിടെയാണെങ്കിൽ ട്രാൻസ്മിറ്റൻസും വേവ് നമ്പറും. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ IR ആക്റ്റീവ് ആവണമെങ്കിൽ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടാവണം. ഓക്കെ, IR ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഡൈപോൾ മൊമെന്റിന്റെ ചേഞ്ച്. ഇപ്പോൾ HCl എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലോറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്, അതായത് ഇലക്ട്രോണെ വലിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പോൾ ഈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോണ് ക്ലോറിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവും കിട്ടും, ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ബേസ്, Q ഇൻറ്റു ഡിസ്റ്റൻസ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ചാർജിന്റെ ക്വാണ്ടിറ്റി ഇൻറ്റു ഇവർ ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അപ്പോൾ ബെൻഡിങ് നടക്കുന്ന സമയത്ത് Hഉം Cലും തമ്മിലുള്ള ബോണ്ട് ലെങ്ത്തിന് ചിലപ്പോൾ ബെൻഡിങ് അല്ല സ്ട്രെച്ചിങ് നടക്കുന്ന സമയത്ത് Hഉം Cലും തമ്മിലുള്ള ബോണ്ട് ലെങ്ത്തിന് മാറ്റം വരാം. സോ D മാറാം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് മാറാം. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് വരും. ഓക്കെ, സ്ട്രെച്ചിങ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസ്റ്റൻസിന് മാറ്റം വരും, അപ്പോൾ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് വരും. അങ്ങനെയാണെങ്കിൽ അത് IR ആക്റ്റീവ് ആണ്. നേരെ മറിച്ച് ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, HCl തരുമ്പോൾ ആരാണ് IR ആക്റ്റീവ്? ഇതിൽ HCl ആണ് IR ആക്റ്റീവ്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ IR ആക്റ്റീവ് അല്ല. കാരണം എന്താ വെച്ചാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ HH ആണ്, ഇത് OO ആണ്, ഇത് NN ആണ്. ഇവർ രണ്ടും ഒരേ ആൾക്കാരായതുകൊണ്ട് ഇവിടെ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവില്ല, അതായത് ഈ ഡെൽ പ്ലസോ ഡെൽ മൈനസോ ഫോം ചെയ്യില്ല. അപ്പോൾ ചാർജ് എന്ന് പറയുന്ന ആൾ 0 ആണ്. ചാർജ് 0 ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഇല്ല എങ്കിൽ അവിടെ വൈബ്രേഷണൽ ആക്ടിവിറ്റി ഇല്ല. സോ എനിക്ക് എന്ത് പറയാനുണ്ടാവില്ല, എൻ്റെ IR ആക്ടിവിറ്റി പറയാനുണ്ടാവില്ല. ഓക്കെ, ഇനി കാർബണൈൽ കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ സാധാരണ 1700 സെന്റിമീറ്റർ ഇൻവേഴ്സിൽ സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് പറയാറുണ്ട്. കാർബണൈൽ കോമ്പൗണ്ടിലെ 2 ആൾക്കാരാണ്, ഒന്ന് ആൽഡിഹൈഡും വേറൊന്ന് കീറ്റോണും. ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൽഡിഹൈഡ് ഇതാണ് CH3COH, കീറ്റോൺ ആണെങ്കിൽ ഇത്. അപ്പോൾ ആൽഡിഹൈഡിലും കീറ്റോണിലും മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൽഡിഹൈഡിൽ ഒരു CH ബോണ്ട് ഉണ്ട്, കീറ്റോണിൽ അതില്ല. ഓക്കെ, C ഡബിൾ ബോണ്ട് O കഴിഞ്ഞിട്ട് ഇവിടെ ഒരു CH ബോണ്ട് ഉണ്ട്. നേരെ മറിച്ച് ഇപ്പുറത്ത് C ഡബിൾ ബോണ്ട് O കഴിഞ്ഞിട്ട് കാർബണിലേക്കാണ് ബോണ്ട് പോവുക. C ഡബിൾ ബോണ്ട് O കഴിഞ്ഞിട്ട് കാർബണിലേക്കാണ് ബോണ്ട് പോവുക. അപ്പോൾ ആൽഡിഹൈഡിൽ നമുക്ക് നമ്മളുടെ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 1700 സെന്റിമീറ്റർ ഇൻവേഴ്സ്, അതായത് ഞാൻ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് വേവ് നമ്പറാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ. 1700 സെന്റിമീറ്റേഴ്സിൽ എനിക്കൊരു പീക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് 2800 എനിക്കൊരു പീക്ക് കിട്ടും. ഇതിനു വേണ്ടിയിട്ട് CH ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ കുറച്ച് കീറ്റോൺ ആണെങ്കിൽ ഞാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ 1700 ഈ ഒരു പീക്ക് മാത്രമേ കാണുന്നുള്ളൂ, 2800 അത് കാണുന്നില്ല. അപ്പോൾ എനിക്ക് ആൽഡിഹൈഡും കീറ്റോണും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ സ്ട്രെച്ചിങ് ഡിഫറെൻ്റ് ആയിരിക്കും, അതായത് കാർബൺ ഓക്സിജൻ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ ഫ്രീക്വൻസി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. മെയിനായിട്ട് നമ്മൾ പറയുന്ന 2 വൈബ്രേഷൻസ്, ഒന്ന് സ്ട്രെച്ചിങ് വൈബ്രേഷനും പിന്നെ ഒന്ന് ബെൻഡിങ് വൈബ്രേഷനും. സ്ട്രെച്ചിങ്ങിൽ സിമെട്രിക്കും പറയും, അസിമെട്രിക്കും പറയും. അതേപോലെ തന്നെ ബെൻഡിങ്ങിൽ നമ്മൾ 4 ടൈപ്പ് പറയാറുണ്ട്. സിസറിങ്, നമ്മൾ കത്രിക മൂവ് ചെയ്യുന്ന പോലെ, മൂവ് എവേ ആൻഡ് കം ക്ലോസ്. റോക്കിംഗ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഇൻ പ്ലെയിനിൽ വരുന്നതാണ്. ഔട്ട് ഓഫ് പ്ലെയിനിൽ വരുന്നതാണ് ട്വിസ്റ്റിങ്ങും വേഗിങ്ങും.
അതായത് ഒരെണ്ണം പുറത്തേക്ക് പോകുന്ന, മുകളിലേക്ക് പോകുന്ന, ഒരെണ്ണം താഴേക്ക് പോകുന്ന, അതേപോലെ ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒന്ന് താഴേക്ക് പോകുന്ന, അല്ലെങ്കിൽ രണ്ടും മുകളിലേക്ക് പോകുന്ന കേസ്, രണ്ടും താഴേക്ക് വരുന്ന കേസ്. അപ്പോൾ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് വൺ ആറ്റം മൂവ് അപ്പ് ആൻഡ് അതർ മൂവ് ഡൗൺ. വേഗിംഗ് എന്ന് വെച്ചാൽ ബോത്ത് ആറ്റം മൂവ് അപ്പ് അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിൻ. ഈ റോക്കിംഗ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ. സിസറിങ് നമ്മളുടെ കത്രികേൻ്റെ കേസ് ആലോചിക്കുക, ഇത് രണ്ടും ഇൻ പ്ലെയിനിലുള്ളതാണ്. ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒന്ന് അപ്പുറത്തേക്ക് എന്നുള്ള കേസ്, എന്ന് വെച്ചാൽ നമ്മളുടെ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇതിൽ ബെൻഡിങ് എന്ന് പറയുമ്പോൾ ഇൻ പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിനിൽ തന്നെ മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിൽ തന്നെയാണ് എൻ്റെ ബോണ്ട് ആംഗിൾ പറയുന്നത്. ഈ പേപ്പറിന്റെ പുറത്തേക്ക് വരുന്നതാണ് ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിലൊരു കാര്യം കൂടെ, ബെൻഡിങ്ങും സ്ട്രെച്ചിങ്ങും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബെൻഡിങ്ങിലാണെങ്കിൽ നമ്മളുടെ ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യില്ല, ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യും. സ്ട്രെച്ചിങ് ആണെങ്കിൽ ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യും, ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യില്ല. അതേപോലെ വൈബ്രേഷൻ മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 3n-5, HCl ആണെങ്കിൽ n(2) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 × 2 6 - 5 1. അവിടെ ആകെ 1 സ്ട്രെച്ചിങ് വൈബ്രേഷനേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. 3 × 3 - 5 4 വൈബ്രേഷണൽ മോഡ് ഉണ്ട്. അതിൽ 3 ആളെ IR ആക്റ്റീവ് ഉള്ളൂ. ഇത് സിമെട്രിക് സ്ട്രെച്ചിങ് ചേഞ്ച് ഓഫ് ഡൈപോൾ മൊമെന്റ് തരില്ല, അതുകൊണ്ട് നോട്ട് IR ആക്റ്റീവ്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ കാർബണിന് 2 ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. നോക്കിക്കേ, ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും, കാരണം ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പം അങ്ങോട്ടേക്ക് ഒരു വലിവുണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു വലിവുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാറുള്ളത് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ്. ഓക്കെ, അതായത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓക്സിജൻ റൈറ്റ് സൈഡിൽ നിന്നും വലിക്കുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്നും വലിക്കുന്നുണ്ട്. സോ വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നെറ്റ് എഫക്റ്റ് 0 ആയി പോകും. അതായത് ഈക്വൽ ആയിട്ട് ഞാൻ ഒരാളെ ഇപ്പുറത്തുനിന്നും വലിച്ച് അപ്പുറത്തുനിന്നും വലിച്ച് ഒരേ ഫോഴ്സിലാണ് വലിക്കുന്നതെങ്കിൽ അയാൾ അനങ്ങൂല. അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് ആണെങ്കിൽ നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്, അതാണ് IR ഇനാക്റ്റീവ്. ഈ ഒരെണ്ണം മാത്രമാണ് IR ഇനാക്റ്റീവ്. അസിമെട്രിക് സ്ട്രെച്ചിങ് വരുമ്പോൾ ഒരു സൈഡിലേക്ക് വലിവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് വരും. അതേപോലെ ബെൻഡിങ് ആണെങ്കിൽ നമുക്ക് എന്താ വരിക, ഡയറക്ഷൻ മാറി. അയാൾ രണ്ടാളും ഓപ്പോസിറ്റ് നിന്ന് വലിക്കുന്ന പോലെയില്ല. ഞാൻ ബെൻഡിങ് നടത്തുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ എൻ്റെ ഡയറക്ഷൻ മാറി. അപ്പോൾ ആൾക്ക് വേണമെങ്കിൽ ഈ സൈഡിലേക്ക് മൂവ്മെന്റ് വരാം, അവിടെയും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് വന്നു. അപ്പോൾ ബെൻഡിങ് നടക്കുമ്പോൾ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, IR ആക്റ്റീവ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അവിടെ, സിമെട്രിക് സ്ട്രെച്ചിങ് ഡസ് നോട്ട് ഇൻവോൾവ് ചേഞ്ച് ഓഫ് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഈസ് നോട്ട് IR ആക്റ്റീവ്. അതല്ലെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. 3 വൈബ്രേഷൻ മോഡ് IR ആക്റ്റീവ് ആണ്. ഓക്കെ, ഒരെണ്ണം മാത്രം IR ഇനാക്റ്റീവ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ. അതിൽ ഒരു കാര്യം കൂടെ, നമുക്കിപ്പോൾ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും 2 എണ്ണം ബെൻഡിങ് മോഡാണ്. അത് ഏകദേശം ഒരേ എനർജി ലെവലുള്ളതാണ്. അപ്പോൾ ഞാൻ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ട്രാൻസ്മിറ്റൻസും വേവ് നമ്പറും നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് 2 അബ്സോർപ്ഷൻ ഫ്രീക്വൻസിയെ കാണിക്കത്തുള്ളൂ. ഒന്ന് എൻ്റെ അസിമെട്രിക് സ്ട്രെച്ചിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് 2349 ഒരു പീക്ക് കാണിക്കും, പിന്നെ 667 വേറൊരു പീക്കും. ശരിക്കും നമ്മൾ പറഞ്ഞു 3 IR ആക്റ്റീവ് ഉണ്ട് പറഞ്ഞു, പക്ഷെ അതിൽ ബെൻഡിങ്ങിലെ 2 എണ്ണവും ഒരേ എനർജി കാണിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് 2ഉം 667 കാണിക്കുന്നത് ബെൻഡിങ് വൈബ്രേഷൻ. ഇപ്പൊ HCN എടുക്കുകയാണെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുന്നല്ലോ, നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താ, 3n-5 ആണ്. HCNൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ 3 × 3 9 - 5 4. അതിൽ 4 മോഡും IR ആക്റ്റീവ് ആണ്. കാരണം എന്താ വെച്ചാൽ കാർബണിന്റെ 2 സൈഡിൽ നിൽക്കുന്ന ആൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണ്. നേരത്തെ പോലെ ഓക്സിജൻ സെയിം ആളല്ല. അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ IR ഇനാക്റ്റീവ് ആണ്, പക്ഷെ ഇവിടെ IR ആക്റ്റീവ് ആണ്, കാരണം ഡിഫറെന്റ് ആറ്റം ആണ്. ഓക്കെ, ഇനി നോൺ ലീനിയർ മോളിക്യൂളിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, 3n-6. ഇതൊന്ന് പഠിച്ചു വെക്കണം. വാട്ടറിന്റെ കേസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. 3 × 3 - 6 3 ആണ് അവിടെ. സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, അതേപോലെ പെൻഡിങ് മോഡ് ഉണ്ട്.
അപ്പോൾ ഇവിടെ 2 ബെൻഡിങ് മോഡ് ആർ നോട്ട് പോസിബിൾ. ഒരൊറ്റ ബെൻഡിങ് മോഡേ ഉള്ളൂ വാട്ടറിന്റെ കേസിൽ. സിമെട്രിക് സ്ട്രെച്ചിങ്. ഈ ഓക്സിജന് ഇവിടെ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇവിടെ ബോണ്ട് ആംഗിൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബോണ്ട് ആംഗിൾ ഉള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് സിമെട്രിക് സ്ട്രെച്ചിങ്ങും എനിക്ക് എന്താണെന്ന് വെച്ചാൽ IR ആക്റ്റീവ് ആണ്. then അതേപോലെ അസിമെട്രിക് സ്ട്രെച്ചിങ് ആണെങ്കിലും ഓക്കെ, ബെൻഡിങ് ഇൻ പ്ലെയിൻ ആണെങ്കിലും ഓക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ ബെൻഡിങ് മോഡും ഉണ്ട്. ഇനി നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ബോണ്ട് ലെങ്ത് ചേഞ്ചസ് ഡ്യൂറിങ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ, ബോണ്ട് ആംഗിൾ കോൺസ്റ്റന്റ്. ബെൻഡിങ് ആണെങ്കിൽ ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യും, ബോണ്ട് ലെങ്ത് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ട്രാൻസ്മിറ്റൻസും വേവ് നമ്പറും തമ്മിലാണ് നമ്മൾ മെയിൻ ആയിട്ട് IRൽ പ്ലോട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന 2 റീജിയനും കൂടെ ഒന്ന് പറയാം. ഒന്ന് ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയനും വേറൊന്ന് ഫിംഗർ പ്രിന്റ് റീജിയനും. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയൻ 5000 to 1300 ആണെങ്കിൽ ഫിംഗർ പ്രിന്റ് 1300 to 687 ആണ്. ഇതിൽ രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയൻ വെച്ചിട്ട് എനിക്ക് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോൾ എനിക്ക് CH3O CH3 CH3 CH2OH രണ്ടും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ് അല്ല. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ആൽഡിഹൈഡും കീറ്റോണിൻ്റെയും കേസ് പറഞ്ഞു. ആൽഡിഹൈഡ് ആണെങ്കിൽ 2 പീക്ക് കാണിക്കും, കീറ്റോൺ ആണെങ്കിൽ 1 പീക്കേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ കീറ്റോൺ ആണ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആണ്. അതേപോലെ ഇവിടെ കാർബൺ ഓക്സിജൻ കാർബൺ ബോണ്ടാണ്. ആൽക്കോൾ ആണെങ്കിൽ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 പീക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം അയാൾ ആൽക്കഹോൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തു. ഇനി ആൽക്കോൾ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എഥനോൾ ആണോ പ്രൊപ്പനോൾ ആണോ ബ്യൂട്ടനോൾ ആണോ എന്ന് കണ്ടുപിടിക്കണം. അതാണ് ഫിംഗർ പ്രിന്റ് റീജിയൻ. അപ്പോൾ ഞാനിപ്പോൾ 2 ഹെക്സനോൺ എടുത്ത്, അപ്പോൾ ഹെക്സനോണിൽ എനിക്ക് കീറ്റോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ കീറ്റോൺ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് പീക്ക് കിട്ടി. ഓക്കെ, നേരെ മറിച്ച് എൻ്റെ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ എക്സനോണിന്റെ ഫിംഗർ പ്രിന്റ് റീജിയൻ ആയിരിക്കത്തില്ല പെൻറ്റനോണിന്. പെൻറ്റനോണിന്റെ ഫിംഗർ പ്രിന്റ് റീജിയൻ കുറച്ചും കൂടി ചിലപ്പോൾ ചെറുതായിരിക്കും. ബ്യൂട്ടനോൺ എടുക്കുമ്പോൾ അതിലും വ്യത്യാസം വരും. എന്ന് വെച്ചാൽ നമ്മളെ ഓരോരുത്തർക്കും ഓരോ ഫിംഗർ പ്രിന്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ കോമ്പൗണ്ടിനും ഓരോ ഫിംഗർ പ്രിന്റ് ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ജനറൽ ആയിട്ട് OHനെ നമ്മൾ 3200 to 3500 പറയും. NH ഇത് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് 2700 3100. ഇത് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കാം. ഈ ഒരു 5 കേസ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഇത്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ 1600 1680, C ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈ ഒരു റേഞ്ച്. പിന്നെ അൺനോൺ കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം, പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഓർത്തോ ഹൈഡ്രോക്സി പാരാ ഹൈഡ്രോക്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ, അതായത് ഇൻട്രാമോളിക്കുലാറിനെയും ഇന്റർമോളിക്കുലാറിനെയും സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ OH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡൈല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യില്ല. അതായത് ഓർത്തോ ഹൈഡ്രോക്സി ഫീനോൾ ആണെങ്കിലും പാരാ ഹൈഡ്രോക്സി ഫീനോൾ ആണെങ്കിലും അതിൽ OH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കാണിക്കും. അതായത് ഇയാളാണ് എൻ്റെ ഓർത്തോ ഹൈഡ്രോക്സി ഫീനോൾ OH. അപ്പോൾ OH ഓപ്പോസിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ഓർത്തോ അല്ല പാരാ ഹൈഡ്രോക്സി ഫീനോൾ. OH അടുത്തടുത്ത പൊസിഷനിൽ വരികയാണെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി. ഓർത്തോ ഹൈഡ്രോക്സിലാണ് ഇൻട്രാമോളിക്കുലാർ, പാരയിൽ ഇന്റർ. അപ്പോൾ നമ്മൾ ഡൈല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ OH സ്ട്രെച്ചിങ് ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരില്ല. നേരെ മറിച്ച് പാരാ ഹൈഡ്രോക്സി ഫിനോളിൽ ആണെങ്കിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലാണെങ്കിൽ ഷിഫ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ ഫ്രീക്വൻസി നടക്കും വിത്ത് ഡൈല്യൂഷൻ. അതായത് നമ്മളുടെ അബ്സോർപ്ഷൻ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരും. അപ്പോൾ എനിക്ക് ഓർത്തോ ഹൈഡ്രോക്സിയും പാരാ ഹൈഡ്രോക്സിയും സെപ്പറേറ്റ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ്. വിച്ച് സ്പെക്ട്രോസ്കോപ്പി ടെക്നിക് ഇസ് യൂസ്ഡ് ടു സ്റ്റഡി വൈബ്രേഷണൽ ട്രാൻസിഷൻ? വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. വൈബ്രേഷൻ ആണ് അല്ലേ? IR സ്പെക്ട്രോസ്കോപ്പി. വാട്ട് ഈസ് ദ ലോഗരിതമിക് റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ്?
ലോഗരിതമിക് റേഷ്യോ ആണ്. അപ്പൊ ആരായിരിക്കും? ലോഗരിതമിക് റേഷ്യോ ഓഫ് I0 to I അല്ലേ? ലോഗരിതമിക് റേഷ്യോ പറഞ്ഞോ. യെസ്, ട്രാൻസ്മിറ്റൻസ് ആണോ? അബ്സോർബൻസ് ആണോ? ഇത് വരിക അല്ല, ലോഗരിതമിക് റേഷ്യോ നമ്മളുടെ അബ്സോർബൻസ്. വെറും I/I0 പറയുമ്പോഴാണ് നമ്മൾ ട്രാൻസ്മിറ്റൻസ് പറയാം. വിച്ച് ലോ റിലേറ്റ്സ് അബ്സോർബൻസ് ഓഫ് ലൈറ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ? സിമ്പിൾ ആണ് അല്ലെ, നമ്മൾ ആകെ ലോ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഏതാ വരിക? Beer-Lambert's law. The percentage of transmitters of 0.01 m dye solution in ethanol is 10. In a 2 cm cell for a light of wavelength 5000 angstrom, find absorbance. നമ്മൾ അബ്സോർബൻസ് എന്ന് പറഞ്ഞാൽ log I0/I ആണ് അല്ലേ? അപ്പോൾ പേഴ്സൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് 10 മാത്രമേ നമുക്ക് ആവശ്യമുള്ള ആളുള്ളൂ. വേവ് ലെങ്ത്തിന് എനിക്ക് ആവശ്യമില്ല, കോൺസെൻട്രേഷൻ ആവശ്യമില്ല, ദെൻ തിക്നെസ്സിന് ഒന്നും ആവശ്യമില്ല. ഓക്കെ, A = log I0/I. log I0/I. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 10 ട്രാൻസ്മിറ്റൻസ് എന്ന് വെച്ചാൽ പേഴ്സൻറ്റേജ് ആണ്. അതായത് ഞാൻ 100 കൊടുത്തപ്പോൾ അതിൽ 10 ട്രാൻസ്മിറ്റ് ചെയ്തത്. ഓക്കെ, log 100/10 എന്ന് പറഞ്ഞാൽ log 10 നമ്മൾ പഠിച്ചു വയ്ക്കണം. log 10⁻x എന്ന് പറഞ്ഞാൽ x ആണ്. സോ log 10 എന്ന് വെച്ചാൽ log 10⁻1 ആണ്. സോ ആൻസർ 1. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ. The percentage transmittance of a 0.01 dye solution 10 in a 2 cm cell for a light of wavelength 5000 angstrom, find molar absorption coefficient in molar inverse centimeter inverse. എന്ന് വെച്ചാൽ ഇവിടെയുള്ള യൂണിറ്റ് അതേപോലെ തന്നെ കൊടുത്താൽ മതി, നിങ്ങളൊന്നും ചെയ്യണ്ട, ഒരു ചേഞ്ചും വരുത്തണ്ട. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അബ്സോർബൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 1. സോ A = എപ്സിലോൺ ഇൻറ്റു C ഇൻറ്റു എക്സ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എപ്സിലോൺ കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ, വേറൊന്നുമില്ല. യൂണിറ്റ് ചേഞ്ച് ചെയ്യുകയും വേണ്ട, കാരണം എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മോളാർ ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. സോ എപ്സിലോൺ = A/Cx. ഞാൻ ഇവിടുന്ന് ഒരു പ്രോബ്ലം ചോദിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുപ്പെടുത്തിയെന്നായിരുന്നു. 200 ആണോ? A എന്ന് പറഞ്ഞാൽ 1 അല്ലേ? കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ 0.01 × 2. അപ്പോൾ 0.01 എന്ന് പറഞ്ഞാൽ 10⁻² അല്ലേ? 10⁻² മുകളിലേക്ക് പോകുമ്പോൾ 100, 100/2 50. B അല്ലേ വരിക? ഇത് അബ്സോർബൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ സെയിം ക്വസ്റ്റ്യൻ, യൂണിറ്റ് മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് മോളാർ ഇൻവേഴ്സ് ഡെസിമീറ്റർ ഇൻവേഴ്സിലാണ് വേണ്ടത്. മോളാർ ഇൻവേഴ്സ് ഡെസിമീറ്റർ ഇൻവേഴ്സ് നമ്മൾ നേരത്തെ 1/0.01 × 2 സെൻറ്റിമീറ്ററിലാണ് ചെയ്തത്. ഈ സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് കൊടുക്കണം? ഡെസിമീറ്റർ ആക്കണം. അപ്പം എന്താണ് വ്യത്യാസം വരും? അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. 1 ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻1 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഡെസിമീറ്റർ/സെൻറ്റിമീറ്റർ 10⁻1/10⁻² എന്ന് പറഞ്ഞാൽ 10⁻1. സോ 1 ഡെസിമീറ്റർ 10 സെൻറ്റിമീറ്റർ. തിരിച്ചു പറയുകയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ
10⁻⁻1 ഡെസിമീറ്റർ. അപ്പോൾ ഇവിടെ 10⁻⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 10⁻², 2 ഇൻറ്റു 10⁻1. അതായത് -2 -1 വരുമ്പോൾ -3. -3 മുകളിലേക്ക് പോകുമ്പോൾ 10⁻+3 1000. 1000/2 500. സോ ആ 10ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ആൻസർ 50 ആയിരുന്നു, ഇവിടെ ആൻസർ 500. നെക്സ്റ്റ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം PSC ചോദിച്ച ക്വസ്റ്റ്യൻ. വാല്യൂ ഞാൻ മാറ്റിയിട്ടുണ്ട്, ഇതല്ലായിരുന്നു വാല്യൂ. എ ഡൈ സൊല്യൂഷൻ ഓഫ് കോൺസെൻട്രേഷൻ 0.04 മോളാർ ഷോസ് absorbance of 0.05 at 530 millimeter, while a test solution of same dye shows absorbance of 0.025 under same condition. Find the concentration of the test solution. അതായത് A = εcx ആണ്, അല്ലെങ്കിൽ A proportional to C. ഇതാണ് ബേസ്. അതായത് നമുക്ക് 2 അബ്സോർബൻസ് തന്നിട്ടുണ്ട്, ഒരു കോൺസെൻട്രേഷൻ തന്നിട്ട് രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ആണ് ചോദ്യം. അല്ല, നമ്മൾ പഠിച്ചായിരുന്നു നമുക്ക് അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, A പ്രൊപ്പോർഷണൽ ടു C ആണെങ്കിൽ A1/A2 = C1/C2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു അബ്സോർബൻസ് എന്ന് വെച്ചാൽ 0.05 എടുക്കുക, രണ്ടാമത്തെ അബ്സോർബൻസ് 0.025, അടുത്ത കോൺസെൻട്രേഷൻ, ഫസ്റ്റ് കോൺസെൻട്രേഷൻ 0.04, A1, A2, C2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ C2 × 0.05 = 0.04 × 0.025. ഇടയില്ലേ, 0.05നെ ഞാൻ 100 മൾട്ടിപ്ലൈ ചെയ്ത് 50 ആക്കി, ഇതിനെ ഞാൻ 25 ആക്കി. 15 25 കട്ട് ചെയ്താൽ 2. സോ C2 = 0.04/2 എന്ന് പറയുമ്പോൾ 0.02. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, എൻ്റെ അബ്സോർബൻസ് കറക്റ്റ് പകുതിയാണ് തന്നിരിക്കുന്നത്. 0.05ൻ്റെ പകുതിയാണ് 0.025. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക, കറക്റ്റ് പകുതി എടുക്കുക, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, then what shape should the plot of absorbance versus concentration be according to Beer-Lambert's law? അബ്സോർബൻസും കോൺസെൻട്രേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? അതായത് A പ്രൊപ്പോർഷണൽ ടു C ആണ് അല്ലേ, A = εcx, A പ്രൊപ്പോർഷണൽ ടു C ആണ്. സോ എയും സിയും തമ്മിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ Y = mx ഞാൻ പറഞ്ഞില്ലേ, എന്താ വരാം, സ്ട്രേറ്റ് ലൈൻ പാസിങ് ത്രൂ ദി ഒറിജിൻ. Then what is transmittance? എന്തായിരിക്കും ട്രാൻസ്മിറ്റൻസ്? റേഷ്യോ ഓഫ് ട്രാൻസ്മിറ്റഡ് ടു ഇൻസിഡന്റ് ആണ് വരേണ്ടത് അല്ലേ, I/I0 ആണ് വരേണ്ടത്. സോ ട്രാൻസ്മിറ്റഡ് ടു ഇൻസിഡന്റ് ലൈറ്റ്, ഓപ്ഷൻ ബി. Then what is mathematical expression of transmittance T? നമ്മളിപ്പോൾ പറഞ്ഞു ഇൻസിഡന്റ് ആണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. സോ T = I/I0, I/I0. Then how is transmitted relatance to absorbance? ഇതെവിടെയാ? T = 1/A അല്ല, ലോഗ് I0/I ആണ് A. T എന്ന് പറഞ്ഞാൽ I/I0 ആണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു A = -log T ആണ്. വെരി ഗുഡ്. ലോഗ് T എന്ന് പറഞ്ഞാൽ -A ആണ്. അപ്പോൾ T എന്ന് പറഞ്ഞാൽ ആൻറ്റി ലോഗ് -A ആണ്. ആൻറ്റി ലോഗിന് പകരം എഴുതുന്നതാണ് 10⁻⁻A. ഓപ്ഷൻ ഡി, 10⁻⁻A.
ആന്റിലോഗിന് പകരം എഴുതുന്നതാണ്. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് പ്ലോട്ട് ഓഫ് അബ്സോർബൻസ് വേഴ്സസ് കോൺസെൻട്രേഷൻ അക്കോർഡിംഗ് ടു ബീർ-ലാംബേർട്സ് ലോ? ഇത് വരാം A=εcx അല്ലേ. സോ എയും സിയും തമ്മിൽ പ്ലോട്ട് ചെയ്ത ബാക്കിയുള്ള ആൾക്കാർ ആരാണോ അയാളാണ് സ്ലോപ്പ്. Y=mx വൈയും എക്സും തമ്മിൽ പ്ലോട്ട് ചെയ്താൽ ബാക്കിയുള്ള ആൾ ആരാണോ അയാളാണ് സ്ലോപ്പ്. ഓക്കെ, ഓപ്ഷൻ പി. വാട്ട് ഈസ് എഫക്ട് ഓഫ് ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഓൺ ഇറ്റ്സ് അബ്സോർബൻസ് അക്കോർഡിംഗ് ടു ബീർ-ലാംബേർട്സ് ലോ? കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അബ്സോർബൻസ് കൂടും. ഓപ്ഷൻ സി, ഇൻക്രീസസ്. What is plotted against wavelength in ultraviolet visible spectroscopy? UV visible ആണ്. സോ വേവ് ലെങ്ത്തും ആരെ വരാം, നമ്മളെവിടെ വേവ് ലെങ്ത് കിട്ടും, പുറത്താരാ, അബ്സോർബൻസ് അബ്സോർബൻസ് അബ്സോർബൻസ്. മറ്റാതാണെങ്കിൽ ട്രാൻസ്മിറ്റൻസും വേവ് നമ്പറും IR. അക്കോർഡിംഗ് ടു ബീർ-ലാംബേർട്സ് ലോ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ അബ്സോർബൻസ്? അല്ല, ശരിക്കും എപ്സിലോൺ എന്താണ്, സി എന്താണ്, എക്സ് എന്താണ് ക്വസ്റ്റ്യനിൽ പറയണം. നമ്മൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ഉൾപ്പെടുത്തി നൽകുന്നത് A=εcx. Then what type of transitions are important in UV visible spectroscopy? ഏതാ മെയിൻ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന ആൾക്കാർ? സിഗ്മ ഹൈ എനർജിയാണ്, അതുകൊണ്ട് വേവ് ലെങ്ത് കുറവാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് UV വിസിബിൾ കറക്റ്റായിട്ട് കിട്ടില്ല. പൈയും ലോൺ പെയറും ഓക്കെയാണ്. ഓപ്ഷൻ ബി. Why is UV visible spectroscopy particularly useful for identifying conjugated system? ഇതാ വരാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ, സ്ട്രോങ്ങർ അബ്സോർപ്ഷൻ വേണം അല്ലേ. അതായത് UV വിസിബിൾ അവിടെ അബ്സോർബ് ചെയ്യണം. സോ ബി. How many double bonds are in conjugation in 135 hexatriene? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ്, എന്താ വരാ, 3 അല്ലേ, 3. ഓപ്ഷൻ ബി. Then how many pi-orbital orbitals are formed in 135 hexatriene? ശരിക്കും എത്ര മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട് എന്നാണ് ശരിക്കും ചോദിക്കുന്നത്. പക്ഷെ പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് ചോദിക്കുകയാണെങ്കിലും നമുക്ക് ശരിക്കും π1 π2 π3 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് π1 സ്റ്റാർ π2 സ്റ്റാർ π3 സ്റ്റാറും ഉണ്ട്. ഓക്കെ, ടോട്ടൽ മോളിക്കുലാർ ഓർബിറ്റൽസ് 6. Which molecular orbitals are occupied by 6 pi electrons in ground state? Ground state. Ground state. Ground state. ഗ്രൗണ്ടിൽ psi1 psi2 psi3. ഓക്കെ, ബോണ്ടിങ്. മുകളിലേക്കാണ് psi4 psi4 psi6 എക്സൈറ്റഡ് ആന്റി ബോണ്ടിങ്. അതേപോലെ തന്നെ ഫ്രം വിച്ച് മോളിക്കുലർ ഓർബിറ്റൽ ടു വിച്ച് മോളിക്കുലർ ഓർബിറ്റൽ ഡസ് ട്രാൻസിഷൻ ടേക്സ് പ്ലേസ്, നമ്മൾ 135 ഹെക്സാട്രൈനുള്ളത് തന്നെയാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണേ. ബിടെക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. ഓക്കെ,
എവിടുന്ന വരിക? ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ. ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിൽ. Psi 3 നിന്ന് Psi 4. How many double bonds are in conjugation in lysopene? ഞാൻ ഇത് എടുത്ത് എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓസോണിന്റെ ഡേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കിടക്കുന്ന ഒരാളാണ് ലൈക്കോപ്പീൻ. അത് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഓപ്ഷൻ സി 11. ദെൻ ലൈക്കോപ്പീനിൽ ഏത് വേവ് ലെങ്തിലാണ് അബ്സോർഷൻ നടക്കുന്നത്? യെസ്, 505. ഓപ്ഷൻ ബി 505. ദെൻ നോർമലി നമ്മൾ ഓരോ ഡബിൾ ബോണ്ട് വരുമ്പോഴും എത്രയാണ് നമ്മൾ ഇൻക്രിമെന്റ് പറയാറുള്ളത്? യെസ്, 30 നാനോമീറ്റർ. ഓപ്ഷൻ സി 30 നാനോമീറ്റർ. What are the main components of UV visible spectrometer? ലൈറ്റ് സോഴ്സ് വേണം, മോണോക്രോമാറ്റർ വേണം, സാമ്പിൾ വേണം, റെഫറൻസ് വേണം, ഡിറ്റക്ടർ വേണം, റെക്കോർഡർ വേണം. ഇത്രയും ആൾക്കാർ ശരിക്കും വേണം. അപ്പോൾ അതൊക്കെ കമ്പോണൻസ് തന്നെയാണ്. ഇസ് ഓപ്ഷൻ ബി. വൈ ആർ homonuclear diatomic molecule like hydrogen, oxygen, nitrogen, etc. are not vibrationally active in IR spectroscopy? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് IR ആക്റ്റീവ് എന്ന്. ഓക്കെ, നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ദേ ഹാവ് നോ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ എനിക്ക് IR സ്പെക്ട്രോസ്കോപ്പി ആക്റ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. ഇതാണ് മെയിൻ പോയിന്റ്. ഇവിടെ ഡൈപോൾ മൊമെന്റ് ഇല്ല. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ് വൈബ്രേഷണലി ആക്റ്റീവ് ഇൻ IR സ്പെക്ട്രോസ്കോപ്പി? ഇതേപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങൾ ഓർത്താൽ മതി, ഈ ഹൈഡ്രജൻ ഓക്സിജൻ പോലത്തെ ആൾക്കാരൊക്കെ IR ഇനാക്റ്റീവ് ആണ്. അതായത് ഡൈപോൾ മൊമെന്റ് 0 ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, HCl ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരും. സോ ഓപ്ഷൻ ഡി. What is plotted on y-axis of an IR spectrum? Yes, transmittance. Then x-axis ആണെങ്കിലോ? ട്രാൻസ്മിറ്റൻസ് പുറത്ത് വേവ് നമ്പർ. ലെങ്ത് അല്ല, വേവ് നമ്പർ. Then what type of molecular motions are associated with infrared radiation absorption? IR ൽ ഏതാ? IR ൽ ഏതാ? വൈബ്രേഷൻ ആണ് അല്ലേ? അതായത് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ vibration. Yes, stretching അല്ലെങ്കിൽ bending vibration. Why do heteronuclear diatomic molecule like HCl show IR activity? 2 atom, changing dipole moment, no dipole moment, homonuclear. Yes, ഇത് പഠിച്ചു വെക്കണേ. Changing dipole moment during vibration. Okay. What happens to bond angle during bending or deformation? Vibration. Bond angle-ന് എന്താ സംഭവിക്കുക? ചേഞ്ച് ചെയ്യും അല്ലെ? ഇൻക്രീസ് ഉണ്ട്, ഡിക്രീസും ഉണ്ട്. സോ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ? ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യും. അതേപോലെ മറ്റൊരുത്താണെങ്കിൽ ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ബോണ്ട് ആംഗിളിന്റെ കേസ് നിങ്ങൾ നോക്കിക്കുക, ഓപ്ഷനിൽ ഇൻക്രീസും ഡിക്രീസും ഉണ്ട്. സോ ജനറൽ എനിക്ക് പറയാൻ പറ്റിയത് ഇറ്റ് ചേഞ്ചസ്. What happens to bond length during bending or deformation vibration? Bond length എന്ത് സംഭവിക്കും? It remains unchanged. Yes, option C, it remains unchanged.
ഹൗ മെനി ടൈപ്പ് ഓഫ് ബെൻഡിങ് വൈബ്രേഷൻസ് ആർ ദർ? നമ്മൾ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്? യെസ്, 4 എണ്ണം അല്ലേ, 4 ടൈപ്സ്. Then moving away and come closer to each other in the same plane. നമ്മൾ ഓർത്താൽ മതി, നമുക്ക് എപ്പോഴും പരിചയമുള്ള ആളാണ്. ആരാണ് വരുന്ന പോകുന്ന? സിസറിങ്. യെസ്, ഓപ്ഷൻ ഡി, സിസറിങ്. അതേപോലെ വൺ ആറ്റം മൂവിങ് അപ്പ്, അതർ മൂവിങ് ഡൗൺ ഇൻ ദ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ആറ്റം. Yes, twisting. Then both atom moving up and below. Yes, again, very good. Wagging. സോ ഇതിൽ നമുക്ക് കുറച്ച് കാര്യം കൂടെ ഉള്ളത് എന്താ വെച്ചാൽ, ഒന്ന് TGAൻ്റെയും DTAൻ്റെയും കേസും, പിന്നെ ഒന്ന് ക്രോമറ്റോഗ്രാഫിയാണ്. സോ അത് ഞാൻ റെക്കോർഡ് ചെയ്തിടാം, അതും കൂടെ ഉൾപ്പെടുത്താൻ സമയം കിട്ടിയില്ല. ഓക്കെ, നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഇടാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.